അവണിയെ പോലുള്ളവര് വളരെ സോഫ്റ്റാ. അങ്ങനെയുള്ളവരെ വളരെ സെൻസിറ്റീവായിട്ട് ഡീൽ ചെയ്യണം. അവള് നീ വിചാരിക്കുന്നത്ര സോഫ്റ്റ് ഒന്നും അല്ല. അവള് നല്ല ലോക വിവരമൊക്കെ ഉള്ള പെണ്ണ. അതെ അതെ, ദുബായി പോയ നിന്നെ വിറ്റുകളയും. വസന്ത, എന്താ നീ പറഞ്ഞത്? അവനിയുടെ ബുദ്ധിയെ ചേച്ചി പ്രശംസിച്ചതല്ലേ അച്ഛാ? ഞാൻ വികാസിന്റെ കൂടെ പുറത്തേക്ക് പോയാ ശ്രീകരേട്ടൻ അത് അറിയുമല്ലോ. അദ്ദേഹത്തിന് അത് വലിയ വിഷമവും. എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാ പോകാതെ ഇരിക്കാനും കഴിയില്ല. പക്ഷെ തിന്മയിലൊരു നന്മ പോലെ ശ്രീകരേട്ടനും എനിക്കും ഇടയിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് വികാസിനോട് പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു അവസരമായിട്ട് ഞാൻ ഉപയോഗിക്കും. യാ അവളുടെ മനസ്സിലെന്താണെന്ന് ഞാനും അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ? ഒരു പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ ഒന്നിനും ഫോഴ്സ് ചെയ്യരുത്, അല്ലേ നിഹാരിക? അതെ അതെ, എന്നെ കുറിച്ച് നിഹാരികക്ക് നന്നായിട്ട് അറിയാം. അറിയാം. ഞങ്ങളെക്കുറിച്ച് വികാസിനോട് പറഞ്ഞിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു നോക്കാം. അവൻ ഈസ് റെഡി വിക്കി. ഇറങ്ങിയാലോ? സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. നിങ്ങൾ എന്റെ കൂടെ വിടുന്നത് ഒരു പാവകുഞ്ഞിനെയാണെന്ന് വെച്ചോ. എത്ര ശ്രദ്ധയോടെയാണ് കൊണ്ടുപോകുന്നത്, അതേ ശ്രദ്ധയോടെ തിരിച്ചു കൊണ്ടുവരും. Shall we move? എന്റെ വാക്കുകളെ വിശ്വസിച്ച് എന്റെ കൂടെ വിടുന്നതിന് താങ്ക് യു സോ മച്ച് ആന്റി. നീ നല്ല കുട്ടിയായതുകൊണ്ടാണ് ഞങ്ങളെ വിശ്വാസത്തോടെ അയക്കുന്നത്. ആ വിശ്വാസം ഞാൻ നിലനിർത്തും. പ്ലീസ് കം. ഉള്ളത് പറയാലോ, ചെറുക്കനാണെങ്കിൽ തങ്കം പോലത്തെ ഒരുത്തൻ. എത്ര നോക്കിയാലും ഒരു കുറവും നമുക്ക് പറയാനില്ല. പോവാം. പാവം ശ്രീകരേട്ടന്റെ ചങ്ക് ഇപ്പൊ തകർന്നു പോവും. ഹേയ്, ഹായ് ബ്രോ, ഹൗ ആർ യു? ഇവന്റെ കൂടെ താൻ എങ്ങോട്ടാ അവനി? ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ആന്റിയോട് വന്ന് പെർമിഷൻ ചോദിച്ചു. എല്ലാവരും ഓക്കെ പറഞ്ഞ് എന്റെ കൂടെ അവളെ അയച്ചു. താൻ അതിന് സമ്മതിച്ചു അവനി? ഞാനതിന് സമ്മതിച്ചില്ല, സമ്മതിപ്പിച്ചു. താൻ ഇവന്റെ ഒപ്പം പോകാനായി ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? എക്സ്ക്യൂസ് മീ, എന്റെ ഫിയാൻസി എന്റെ കൂടെയാ വരുന്നേ. നിങ്ങൾ പെർമിഷൻ തരേണ്ട കാര്യം എന്താ? വാട്ട്സ് യുവർ പ്രോബ്ലം? അവൻ ഇതുവരെ അവളുടെ തീരുമാനം പറഞ്ഞില്ല. ഭാവി ഭാര്യ എന്ന് നീ പറഞ്ഞാ മതിയോ? ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടന്നിരിക്കും ശ്രീകർ. അവര് രണ്ടാളും പുറത്തു പോകുന്നതില് നീ എതിര് പറയാൻ നിക്കണ്ട. ഇത് ഞങ്ങളെടുത്ത തീരുമാനാ. തൽക്കാലം നീ ഇതിലിടപെടാൻ നിൽക്കണ്ട.
ഫ്രണ്ടിന്റെ പെങ്ങളെ വലിയ സ്വാതന്ത്ര്യം കാണിച്ച് തോന്നുന്നിടത്തെല്ലാം കൊണ്ടുപോയിരുന്നല്ലോ. കെട്ടാൻ പോകുന്ന ആളുടെ കൂടെ പോകുമ്പോ ചേട്ടൻ എന്താ ഇത്ര പ്രയാസം? കുഞ്ഞളിയന്റെ മനസ്സിൽ അത് വലിയൊരു വിഷമമായിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും അത് ശരി, ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് തെറ്റെന്നാണോ? ഞാനിവിടെ മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് വളരെ വലിയ വിഷമമായിരിക്കും. പക്ഷെ ഞാൻ പോകുന്നതിന്റെ ഉദ്ദേശം വേറെ. പുറത്തേക്ക് പറഞ്ഞയക്കാൻ ഇത്ര നേരം അവളുടെ പുറകെ നടക്കുകയായിരുന്നു. ഇപ്പൊ നീ വന്ന് എതിര് നിൽക്കുന്നു. അല്ല, അവനിക്കില്ലാത്ത വിഷമം നിനക്കെതിരാ. വിഷമമില്ലാന്ന് അവള് പറഞ്ഞോ? നിങ്ങൾ എത്രമാത്രം നിർബന്ധിച്ചിട്ടായിരിക്കും അവന് ഇവന്റെ ഒപ്പം ഇറങ്ങിയത്? നീ നിഹാരികയെ കുറിച്ച് ആലോചിക്ക്, ആവനിയെ കുറിച്ച് വേണ്ട. ബ്രോ, നല്ല മൂഡിൽ ഇറങ്ങിയതാ. പ്ലീസ് കം. നോ. വഴിന്ന് മാറ് ശ്രീകർ. അവള് നിന്റെ കൂടെ വന്നപ്പോ ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ. അവിടുന്ന് മാറ് ശ്രീകർ. കല്യാണത്തിന് മുൻപ് അവര് പരസ്പരം മനസ്സിലാക്കണം. നീ മാറി നിൽക്ക്. താങ്ക് യു. ആവനിയുടെ കാര്യത്തില് ഇനി നീ ഒരിക്കലും ഇടപെടണ്ട. ഞങ്ങള് നോക്കിക്കോളാം. Get in. രണ്ടാളോടും ടാറ്റ പറയാൻ വേണ്ടി വന്നതാണോ? നിങ്ങൾ ഒരുപാട് തവണ എന്നിവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് ആവനിയും കൊണ്ട് പോയപ്പോഴൊക്കെ എനിക്കും അപ്പൊ ഇതുപോലെ പെയിൻ തോന്നിയിരുന്നു ശ്രീകരേട്ട. ഇതിനാണ് പറയുന്നത് തനിക്ക് കൊള്ളും വരെ വേദന അറിയില്ലാന്ന്. ഹേ അവനി, പറഞ്ഞോളൂ. നമ്മുടെ ഈ യാത്ര ലൈഫ് ലോങ് ജേണി ആയിരിക്കണം. എന്റെ ജീവിതയാത്ര
എന്റെ ഭഗവാൻ ശ്രീകരേട്ടനുമായിട്ട് എന്നെ ഉറപ്പിച്ചതാ. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറില്ല. എന്താ സൈലന്റ് ആയത്? ഒന്നുമില്ല. പ്രൈവറ്റ് ആയിട്ടൊന്ന് സംസാരിക്കാൻ എങ്ങോട്ട് പോകണമെന്ന് പറ. റെസ്റ്റോറന്റ്? ഡോക്ടർ എന്ന് ഒരു പ്രാവശ്യം കൂടി ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞില്ലേ അമ്മേ? നാളെ പോവാം മോളെ. അന്ന് എന്നെ കാറ് കൊണ്ടുവന്ന് ഇടിച്ച അയാള് എന്റെ കയ്യെത്തും ദൂരത്ത് എത്തിയിട്ട് രക്ഷപ്പെട്ടു. ഇനി അവൻ എന്റെ മുന്നിൽ വരട്ടെ, അന്ന് അവനെ ഒരു പാഠം പഠിപ്പിക്കാം. മൂക്കറ്റം കള്ളു കുടിച്ച് ഡ്രൈവ് ചെയ്ത് പാവങ്ങളുടെ ജീവനും എടുത്ത് കാശെറിഞ്ഞ് കേസ് വരാതെ നോക്കുന്നത് ചിലർക്കൊരു ശീലമായിട്ടുണ്ട്. ഇനി അവന്റെ കാർ നമ്പർ ഓർത്ത് വെച്ചിട്ട് എല്ലാ വിവരങ്ങളും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോണം. വരൂ. അടച്ചിട്ടതാണല്ലോ. പുറത്തെങ്ങോട്ടെങ്കിലും പോകാം. ഒന്ന് നിക്ക. ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ അവരെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഹലോ, പറ അവനി. നിങ്ങൾ എവിടെയാ സുജാത ചേച്ചി? നീ എവിടെയാ ഉള്ളത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നതാ. നിന്റെ കൂടെ ആരാ ഉള്ളേ? നിഹാരിക്കയുടെ ഒരു റിലേറ്റീവ് വികാസിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹം കൂടെയുണ്ട്. എന്തിനാ അവൻ വന്നേ? മറ്റൊരു വഴിയില്ലാതെയാ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. നിങ്ങളിവിടെ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. ലേറ്റ് ആയതുകൊണ്ട് സൗമ്യ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോവാ ഞാൻ. അല്ല, അവൻ എന്തിനാ നീ കൊണ്ടുവന്നത്? 10 മിനിറ്റ് ഒന്ന് സംസാരിക്കണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കീ അവിടെ തന്നെ ഉണ്ട്, ചെടിച്ചട്ടിയുടെ ഉള്ളില്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാം. ശരി ചേച്ചി. അവർ സ്കൂളിലേക്ക് പോയതാ, ഇപ്പൊ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് സംസാരിക്കാൻ മാത്രം എന്തായിരിക്കും കാര്യം? വരൂ. ഇരുന്നോളൂ. നൈസ് ഹൗസ്. ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ട് വരാം, ഇരുന്നോളൂ. ഈ വീട്ടിൽ തനിക്ക് നല്ല ഫ്രീഡം ഉണ്ടല്ലേ? അതെ ഉണ്ട്. ഫ്രണ്ടാണെങ്കിലും എനിക്ക് ചേച്ചിയെ പോലെയാ. ഇരുന്നോളൂ, ഞാനൊരു 5 മിനിറ്റിൽ വരാം. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. വന്ന ആളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് അറിയണം. അവനിനി ആരാണെങ്കിലും ശരി, അവനിയുടെ ജീവിതത്തിലേക്ക് വരരുത്.
വികാസ് അവനിയെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയത്? ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഫി ഷോപ്പിലേക്കായിരിക്കും? സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് വികാസിന് ഹേർട്ടാവാത്ത വിധത്തിൽ പറയണം. വികാസിനെ കുറിച്ച് നിഹാരിക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബട്ട് അതൊക്കെ സത്യമായിരിക്കോ? വികാസ് കാരണം അവനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാൻ മതിയായിരുന്നു. സൃഷ്ടികളിൽ സർവ്വതിനും ഒരു ഗന്ധം ഉണ്ടായിരിക്കും. നിന്റെ സുഗന്ധം പക്ഷെ എന്നെ മത്ത് പിടിപ്പിക്കുന്നുണ്ട്. എന്നെ അത് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. കോഫി കുടിച്ചോളൂ. താങ്ക് യു. ആക്ച്വലി ഞാൻ കോഫി അങ്ങനെ കുടിക്കാറില്ല. താനിത് ഓഫർ ചെയ്തതുകൊണ്ടാ വേണ്ടെന്ന് പറയാത്തത്. എക്സലന്റ് ആയിട്ടുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ കോഫി. ഹേ അവനി, കോഫി വളരെ നന്നായിട്ടുണ്ടെന്നൊരു കോംപ്ലിമെന്റ് തന്നതാ. താങ്ക്സ് ഒന്നും ഇല്ലേ? താങ്ക്സ്. കാര്യമായിട്ട് എന്തോ ചിന്തയുണ്ടല്ലോ. ആം ഐ റൈറ്റ്? എന്താ ആലോചിക്കുന്നത്? ഇതാണ് നല്ല സമയം. പറഞ്ഞു നോക്കാം. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. യാ ഹലോ, താൻ എവിടെയുള്ള അവനി? ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലാണോ അതോ കോഫി ഷോപ്പിലാണോ? എവിടെയാണെങ്കിലും പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ചേച്ചിയുടെ വീട്ടിലാ ഉള്ളത്. സുജാത ചേച്ചിയുടെ വീട്ടിലോ? അതെ. പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ. മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് നന്നായിട്ട് നടന്നാ മതി. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാട്ടോ. അവൻ ഹലോ. സോറി കേട്ടോ. നോ പ്രോബ്ലം. കുറച്ചു നേരം പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം എന്നെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ പറയാം. ഞാൻ താഴേക്കടയിൽ നിന്ന് മുകളിലേക്ക് വന്നവനാണ്. ശരിക്കും നേരായ വഴിക്ക് സത്യസന്ധമായി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. മറ്റുള്ളവരെയും എന്നെപ്പോലെ മുകളിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ആഘോഷമായി ജീവിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടാവനെ. തൻ്റെ കാലിൽ മുള്ളുകൊള്ളാതെ താൻ നടക്കുന്ന വഴിയിൽ പൂ വിതറിക്കോളാം ഞാൻ. അതുപോലെ വൺ സെക്കൻഡ്. ഹലോ. വികാസ് നല്ല രീതിയിലല്ലേ പെരുമാറുന്നേ? അതെ. മിസ്ബിഹേവ് ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല. ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം. ആവനി, വികാസിന് സംശയം തോന്നണ്ടെന്ന് വെച്ച് കട്ട് ചെയ്തതായിരിക്കോ? അതാരാ? അത് അത് ശ്രീകർ സാറാണോ? ആ അതെ അതെ. എന്തിനാ കട്ട് ചെയ്യുന്നേ? സംസാരിക്ക്. അത് കുഴപ്പമില്ല. തന്റെ കാര്യത്തിൽ നല്ല കെയർ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. നമ്മുടെ കാര്യത്തിൽ അളവില്ലാത്ത കെയർ കാണിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ശ്രീകരേട്ടൻ വെറും ഫ്രണ്ടല്ല, എന്റെ ഭർത്താവാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ എനിക്ക് പേടി തോന്നുന്നുണ്ട്. ശ്രീകർ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്റെ ലൈഫിലുണ്ട്. അതുകൊണ്ടാ അവൻ തന്റെ ലൈഫിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കരുതുമെന്ന് താൻ കരുതേണ്ട കാര്യമില്ല.
ഹാപ്പി ആയിട്ട് സംസാരിച്ചോ. അത്ര അർജന്റ് കാര്യമൊന്നുമല്ല.